ഹലോ ഗൈസ്, കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടും അതുപോലെ എനിക്ക് പറയണം തോന്നിയ ഒരു കാര്യമൊക്കെയാണെന്ന് പറയുമ്പോൾ എല്ലാവർക്കും മിസ്കൺസെപ്ഷൻ ഉള്ള ഒരു കാര്യമാണ്. ഒരു ബ്രേക്ക് ഔട്ട് വരുമ്പോൾ പെട്ടെന്ന് സ്കിൻ ബാരിയർ ഡാമേജ് ആകും, പെട്ടെന്ന് മുഖം നിറയെ കുരു വരുന്നു. അങ്ങനത്തെ ഒരു ഭയങ്കര സ്കിൻ ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് ഡീൽ ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല. ആ ഒരു മിസ്റ്റേക്ക് കാരണം ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ പെട്ടെന്ന് സ്കിന്നിന് ആകെ കൂടെ എന്തെങ്കിലും പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് അങ്ങനെ ഡാമേജ് വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പാനിക്കാകുമ്പോൾ അതിനെ മാക്സിമം റിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്രീമുകളും സീറംസും എല്ലാം കൂടെ വലിച്ച് വരുത്തേക്കും. അത് മാത്രമല്ല കൂടുതലും ആൾക്കാർക്ക് ഞാൻ ചെയ്യും എന്ന് കരുതിയിരിക്കുന്ന ഒരു കാര്യവും അതായിരിക്കും. പെട്ടെന്ന് എന്തെങ്കിലും കുരു എന്നല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പിഗ്മെന്റേഷൻ വന്നു പെട്ടെന്ന് പ്രോഡക്റ്റുകളെല്ലാം വലിച്ച് തേക്കുന്നതായിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് വന്നാലും ഒരു സ്കിൻ ബാരിയർ ഡാമേജ് വന്നാലും നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ അതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ റൂട്ടീനിൽ എന്താ? ക്ലെൻസർ, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ ഒരു റൂട്ടീനിലോട്ട് ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. പിന്നെ സ്വെറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള സൺസ്ക്രീൻ അല്ലെങ്കിൽ മേക്കപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ ഇടുന്നവരാണെങ്കിൽ എസ്പെഷ്യലി എന്നെ പോലെ ആക്നെ പ്രോൺ സ്കിൻ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അതിപ്പം സ്കിൻ ബാരിയർ ഡാമേജ് ആണെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ആ റൊട്ടീൻ ഭയങ്കര അനിവാര്യമായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കിന്നിന് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട് വരുന്നതും അല്ലെങ്കിൽ ഡാമേജ് ആവുന്നതെന്ന് പറയുന്നത് ഇതേപോലെ എന്താ പറയാ, ഈ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യാതെ വരുന്ന സമയത്താണ് ഇതുപോലെ എനിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് വരുന്നതും ഭയങ്കരമായിട്ട് മുഖത്ത് കുരു വരുന്നതും അങ്ങനത്തെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നു. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു റൊട്ടീനും ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു. ഒന്ന്, രാവിലെ നിങ്ങളുടെ ജെന്റലി ക്ലെൻസർ യൂസ് ചെയ്യാം, പിന്നെ മോയ്സ്ചറൈസ് ചെയ്യാം, നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇടാം. അത് മാത്രമല്ലാണ്ട് വേറെ ഒരു തരത്തിലുള്ള ആക്റ്റീവ്സോ സീറംസോ സാലിസിലിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് അങ്ങനത്തെ ഒരു തരത്തിലുള്ള പ്രോഡക്റ്റുകളും യൂസ് ചെയ്യരുത് എന്നുള്ള കാര്യങ്ങളാണ്. പിന്നീട് നൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യുന്നവർ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് മോയ്സ്ചറൈസ്, വേറെ ഒന്നും ചെയ്യരുത്. പിന്നീട് ഒരു ഓവർനൈറ്റ് റിപ്പയർ ചെയ്യാൻ പറ്റുന്ന സ്കിൻ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സീറം ഉണ്ട്. ആദ്യം ആക്റ്റീവ്സ് അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു ബേസിക് ആയിട്ടുള്ള സീറം നമുക്ക് സ്കിന്നിന്റെ എന്താ പറയുക ഡാമേജ് ആയിട്ടുള്ള സ്കിൻ റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറം കൂടെ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാറുണ്ട്. എന്നാലും അത് അങ്ങനെ നിർബന്ധമല്ല. പക്ഷേ ദാറ്റ് സിറം വർക്ക്സ് അമേസിങ്. കാരണം ഞാനിപ്പോൾ 2ാമത്തെ ബോട്ടിൽ മിക്കവാറും വാങ്ങും. അതുപോലത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ കാണിച്ചിരുന്നത്. എൻ്റെ റൊട്ടീൻ ഇപ്പം എന്ന് പറയുമ്പോൾ റീസെൻ്റ് ആയിട്ട് എനിക്കൊരു വലിയ ബ്രേക്ക് ഔട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, എനിക്ക് ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് ആക്നെ പ്രോൺ സ്കിന്നാണ്. അപ്പോൾ എന്താ പറയുക, പെട്ടെന്ന് ഞാൻ സൺസ്ക്രീൻ ഇട്ടിട്ട് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്ന വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സ്വെറ്റ് റെസിസ്റ്റന്റ് ഉള്ള സൺസ്ക്രീനുകളാണ്. ഇത് യൂസ് ചെയ്തിട്ട് നൈറ്റ് ടൈമിൽ ഞാൻ എന്ത് ചെയ്തു, ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തു. കാരണം എൻ്റെ ക്ലെൻസിങ് ഓയിൽ തീർന്നു. അപ്പം ഞാൻ ഓർഡർ ചെയ്ത് അപ്പോഴേക്കും മേടിച്ചതുമില്ല, ഭയങ്കര സമയമെടുത്ത് ഞാൻ ഓർഡറും ചെയ്തപ്പോൾ 1 മാസത്തോളം ഈ സാധനം ഞാൻ ഉപയോഗിച്ചില്ല. അതിൻ്റെ കാരണം എനിക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ഔട്ട് ഉണ്ടായി. കാരണം നമ്മുടെ പോഴ്സിനെ ക്ലോഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ കുരു വരും. പിന്നെ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആ സമയത്ത് അത്ര പ്രോപ്പർ ആയില്ല. കാരണം ഞാൻ ഡബിൾ ക്ലെൻസിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഡബിൾ ക്ലെൻസിങ് നമ്മുടെ ക്ലെൻസിങ് ഓയിൽ വന്നു, അപ്പോൾ പ്രോപ്പറായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ചുള്ള രാവിലെ എപ്പോഴും ജെന്റിൽ ക്ലെൻസർ യൂസ്. നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡാമേജ് ആണെങ്കിൽ രാവിലെയും രാത്രിയും ഏറ്റവും ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷോ ക്ലെൻസറോ മാത്രം ഉപയോഗിച്ചാൽ മതി. സിമ്പിളിന്റെ ഫേസ് വാഷ് സിമ്പിളിന്റെ റിഫ്രഷിംഗ് ഫേസ് വാഷ് രാവിലെ യൂസ് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. ഏറ്റവും ബേസിക്കലി ജെന്റിൽ ക്ലെൻസർ ആണ്. പിന്നെ എൻ്റെ ആക്നെ പ്രോൺ സ്കിന്നാണ്. നൈറ്റ് ടൈമിൽ ഞാൻ ഈ ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്. ഹൈഫന്റെ ക്ലാരിഫൈങ് ആക്നെ ക്ലെൻസർ ആണ്. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്ക് സ്കിൻ നല്ല ക്ലിയർ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡബിൾ ക്ലെൻസിങ് മെത്തേഡ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലെൻസിങ് ഓയിൽ നമ്മുടെ റൈസ് വാട്ടർ ബ്രൈറ്റ് ക്ലെൻസിങ് ഓയിലാണ്, ഫേസ് ഷോപ്പിന്റെ. ഇതിപ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആണ്. ഇതൊരു കോൺഷ്യസ് കെമിസ്റ്റിന്റെ ഡെയിലി ഡിസോൾ അൾട്രാ ലൈറ്റ് ഓയിൽ ക്ലെൻസർ. ഇത് ഇത്ര 350 രൂപയോ അങ്ങനെ എന്തേ ഉള്ളായിരുന്നുള്ളൂ. ബട്ട് വർക്ക്സ് അമേസിങ്. അങ്ങനത്തെ ഒരു ക്ലെൻസിങ് ഓയിലും ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡബിൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞ മെത്തേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് കാരണം നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, ഡബിൾ ക്ലെൻസിങ് നൈറ്റിൽ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ ഫുൾ മുടിക്ക് കെട്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് ഡബിൾ ക്ലെൻസിങ് ആയിരിക്കണം. അതിന് നമ്മൾ കുറച്ച് ക്ലെൻസിങ് ഓയിൽ എടുക്കുക, ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ 10 to 15 മിനിറ്റ്സോളം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് റബ്ബ് ചെയ്യുക. മേക്കപ്പ് ഇംപ്യൂരിറ്റീസ്, ഡെഡ് സ്കിൻ എല്ലാം റിമൂവ് ആയിട്ട് വരും. അപ്പം നമ്മൾ ഈ സൺസ്ക്രീനും എല്ലാം റിമൂവ് ആവും. എന്നിട്ട് ഒരു നല്ല നമുക്ക് ആ കയ്യിൽ ഇളകി വരുന്ന കാണാൻ പറ്റും. ചെറിയ ചെറിയ ബംസ് ആണെങ്കിലും ഒക്കെ ഇളകി വരും. എന്നിട്ട് കൈ ഒന്ന് നനയ്ക്കണം. നനച്ചിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ
കാണിക്കുന്ന ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തിരി മനസ്സിലാവും. അപ്പം കയ്യിൽ വെച്ച് നനയ്ക്കുക, നല്ല രീതിയിൽ റബ്ബ് ചെയ്യുമ്പോഴേക്കും ഈ എണ്ണ പോലെ ഇരിക്കുന്നത് മെൽറ്റായിട്ട് കയ്യിൽ വരും. ഒരുപാട് പേരോട് ചോദിച്ചു ഡബിൾ ക്ലെൻസിങ്ങിന് വെളിച്ചെണ്ണ ഉപയോഗിക്കാവോ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഉപയോഗിക്കാവോ? എണ്ണയല്ല ക്ലെൻസിങ് ഓയിൽ എന്ന് പറയുന്നത്. ക്ലെൻസിങ് ഓയിലൊരു എന്താ പറയുക, അത് എണ്ണയല്ല. ഓക്കെ, അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് എണ്ണ എന്ന് പറയുമ്പോൾ കൊമഡോജനിക് ആണ്, കുരു വരും, ചൂട് ഇഷ്യൂ സിവിയർ ആക്കാനുള്ള പോസിബിലിറ്റി ഉള്ള എണ്ണ നമ്മുടെ മേക്കപ്പ് ഒക്കെ അലിയിക്കും എന്നും പറഞ്ഞ് പ്രോപ്പറായിട്ടുള്ള ക്ലെൻസിങ് നമുക്ക് എണ്ണ തരില്ല. എണ്ണ ഉപയോഗിക്കുന്ന ഭയങ്കര നോ സാധനമാണ്. സോ ക്ലെൻസിങ് ഓയിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് വാഷ് ചെയ്യുക. അപ്പം ഇതെല്ലാം ഡിസോൾവ് ആവാതെ കാണാൻ പറ്റും, ഒരു സോപ്പി വെള്ളം പോലെ ഡിസോൾവ്, അത് വാഷ് ചെയ്തിട്ട് വേണം പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒരു ഫേസ് വാഷോ ക്ലെൻസറോ ഉപയോഗിക്കാം. എന്നിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സീറം, ഈ ഒരു സീറം ആണ്. ഇതെന്ന് പറയുന്നത് ഡോക്ടർ ഷീത്തിന്റെ സീക്കാൻ സെറമൈഡ് ഓവർനൈറ്റ് റിപ്പയർ സിറം, പേരിൽ തന്നെ ഉണ്ട്. ഇത് വർക്ക്സ് ഓവർനൈറ്റ് നല്ല രീതിയിൽ സ്കിന്ന് റിപ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇതുകൊണ്ട് എനിക്ക് വേസ്റ്റ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, എന്നാലും ഞാനൊരു തുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അത്രയും മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. പക്ഷെ നല്ല പ്രോഡക്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റമാണ്. അതുപോലത്തെ നിങ്ങൾക്ക് ഭയങ്കര ഡാമേജ്ഡ് ആയിട്ടുള്ള ആക്നെ പ്രോൺ ആയിട്ടുള്ള സ്കിൻ ഉണ്ടെങ്കിൽ ഇത് ഒരു ഭയങ്കര എന്താ പറയുക ഇതായിരിക്കും, ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഭയങ്കര നല്ല. പിന്നീട് നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യാം. എൻ്റെ ഒരു ആക്നെ പ്രോൺ ഫേവറേറ്റ് സാധനം ഈ ആക്നെ മോയ്സ്ചറൈസറും അതുപോലെ നമ്മുടെ പ്ലിക്സിൻ്റെ ജാമോൻ ആക്റ്റീവ് ആക്നെ കൺട്രോൾ മോയ്സ്ചറൈസറും ആണ്. ഇതേപോലെ നിങ്ങൾ അതുപോലെ വേറെ ഒന്നും തന്നെ ചെയ്യരുത്. വേറെ ഒരു ക്രീമുകളോ പാക്കുകളോ ഹോം റെമഡീസോ ഒന്നും മുഖത്തിടരുത്. ദൈവത്തെ ഓർത്ത് അങ്ങനെ ഒന്നും ചെയ്ത് അതിൽ ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യരുത്. നമ്മുടെ സ്കിൻ ബാരിയറിനെ സ്കിന്നിന്റെ മോയ്സ്ചറിനെ സ്ട്രിപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഓവറായിട്ട് ഫേസ് വാഷ് ചെയ്യരുത്. അല്ലെങ്കിൽ ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ 1 മിനിറ്റ് കൂടുതൽ, മാക്സിമം 1 മിനിറ്റ് എന്ന് പറയാം, അത് കൂടുതൽ നമ്മൾ വാഷ് ചെയ്യരുത്. സ്കിന്നിന് അത് ഡാമേജ് ആണ്. സോ അത് ശ്രദ്ധിക്കാം. ഒരുപാട് ആക്റ്റീവ്സ് ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. വളരെ മിനിമലായിട്ട് വെക്കാൻ നോക്കുക. അതിപ്പോൾ എത്ര കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് സിറംസിന്റെയും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ഞാൻ ഇത്രയും സിറംസും കാര്യങ്ങളും കാണിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ഈ 100 പ്രോഡക്റ്റ് ഒരു ദിവസം ഉപയോഗിക്കുന്നില്ല. ഞാൻ ഒരു സിറമേ ഒരു ദിവസം ഉപയോഗിക്കത്തുള്ളൂ. ചില ദിവസം സിറംസ് പോലും ഞാൻ ഉപയോഗിക്കത്തില്ല. മോയ്സ്ചറൈസറും ക്ലെൻസറും സൺസ്ക്രീനും എന്നുള്ള റൂട്ടീൻ മാത്രമേ മിക്കപ്പോഴും ഞാൻ ഫോളോ ചെയ്യത്തുള്ളൂ. എനിക്ക് ആക്നെ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് സിവിയർ ആയിട്ടുള്ള ടാനിങ് വരുമ്പോൾ അങ്ങനത്തെ ഉള്ള ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇന്ന സ്കിൻ കൺസേൺ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം പതിയെ യൂസ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ. അതുപോലെ പലരും ചോദിച്ചു ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരുമെന്നുള്ളൂ. ഇപ്പം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെയിലെടുത്ത് പോയി ടാൻ അടിച്ചാൽ വീണ്ടും പ്രശ്നം ഉണ്ടാകും. അതുപോലെയാണ് പിന്നെ സിറംസ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുന്ന കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് പിന്നീടുള്ള പ്രോപ്പറായിട്ട് മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കാതെ വീണ്ടും ആ ഇഷ്യൂ വന്നു കഴിഞ്ഞാലാണ് വീണ്ടും ആ സിറം ഉപയോഗിക്കേണ്ടി വരുന്നത്. അല്ലാതുള്ള ഇഷ്യൂസും ഒന്നും തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകളോ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. അതുപോലെ ശ്രദ്ധിക്കാം, ബ്രേക്കൗട്ട് വരുമ്പോൾ പാനിക് ആവരുത്. അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു കുരു വരുമ്പോഴോ അല്ലെങ്കിൽ സ്കിന്നിന് പെട്ടെന്ന് ഡാമേജ് ആകുമ്പോഴോ ഒരിക്കലും പാനിക്കായിട്ട് ഓവറായിട്ട് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കരുത്. ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. എനിക്കും വരും, നിങ്ങൾക്കും വരാറുണ്ട്. അത് ഭയങ്കര സമാധാനമായിട്ട് ഡീൽ ചെയ്യാം. സമയമെടുക്കും. അത് ഏത് സ്കിൻ കെയർ ആണെങ്കിലും എന്ത് ഉപയോഗിച്ചാലാണെങ്കിലും സമയമെടുക്കും. റിക്കവറായി വരാനും സമയമെടുക്കും. പക്ഷെ റിക്കവറായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓക്കെ ആവും. അതത്ര വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. കൃത്യമായിട്ട് അതിനെ ഡീൽ ചെയ്യുക, കൃത്യമായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാന്നുള്ളതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അത് പാനിക്കായിട്ടോ പേടിച്ചിട്ടോ ഒരു കാര്യമില്ല. കാമായിട്ടിരിക്കാം. ഓക്കെ, ഇതൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളാണ്. നമുക്ക് കുരു വരുന്നത് കോമൺ ആണ്, പാട് വരുന്ന കോമൺ, എല്ലാവർക്കും വരും, നിങ്ങൾക്കും വരും, എനിക്കും വരും. ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നു, കുരു പൊട്ടിച്ചതിൻ്റെ പാടുണ്ട്. ഇത് ഞാൻ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ് ചെയ്ത് 5-6 മാസം കഴിഞ്ഞ് പതിയെ ഇത് മാറും. അതുപോലെ ഉള്ളൂ. അതുകൊണ്ട് ആരും പാനിക്കരുത്. അല്ലെങ്കിൽ അവന് ക്ലിയർ സ്കിന്നുണ്ട്, ഇവന് ക്ലിയർ സ്കിന്നുണ്ട്, എനിക്കില്ല. അത് നമുക്കുണ്ടാക്കാം. പതിയെ സമയമെടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മറക്കണ്ട. ബൈ.